Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, Miss. Good afternoon, ma'am. Good Good afternoon. afternoon, teacher. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? Yes, ma'am. Yes, Miss. ഓക്കെ, ഇപ്പൊ പ്രയർ ആരാണ് ചെയ്യുന്നത്? Yes, ma'am. Good afternoon, all. Dear God, we come before you with humble hearts, seeking guidance and wisdom. Grant us the strength to overcome challenges and the courage to pursue our dreams. May your love and light shine upon us, filling our lives with peace, joy, and gratitude. Thank you for listening to our prayers and guiding us on our journey. May we always walk in your loving presence. Thank you. Okay, then sign in. Sign in ഞാനാണ് മാം. Good afternoon, ma'am. Good afternoon, everyone. My name is Minu. I happily welcome our ma'am and my dear friends to this online class. I conclude by saying, may God bless our ma'am who has come to teach us today. Thank you. Then thought of the day. ഞാനാണ് മിസ്സേ. Good afternoon, all. If you want to shine like a sun, first burn like a sun. By APJ Abdul Kalam, sir. നാം സൂര്യനെ പോലെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സൂര്യനെ പോലെ കഷ്ടപ്പെടാനും സഹിക്കാനും തയ്യാറായിരിക്കണം. അതായത് ഒരാൾ വലിയ വിജയങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനു മുമ്പായിട്ട് അയാൾ നന്നായിട്ട് അതിനു മുമ്പായിട്ട് ഒരു കഠിന പരിശ്രമം ആവശ്യമാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കുറച്ചു പേരെ കയറിയിട്ടുള്ളല്ലോ, കുറവാണല്ലോ ആളുകള്. കുറവായിരുന്നു, അങ്ങനെയൊക്കെ കുറവായിരുന്നോ? ഇന്നലെ 24. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പോളിയോ വാക്സിൻ കൊടുക്കുന്നത് എത്ര ടൈം ആണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു, ശരിയാണെന്ന് അറിയില്ല. എത്രയാണ്? 5 ഡോസ് ആണോ മിസ്സേ? 5 ഡോസ് ആണോ? എത്രയാണ്? 5 ആണോ? 5 അല്ല. പോളിയോ വാക്സിൻ കൊടുക്കുന്നതാണോ എന്താ ചോദിച്ചത്? പോളിയോ ഡ്രോപ്സ് കൊടുക്കുന്നില്ലേ നമ്മള് 5 വയസ്സ് വരെ കുട്ടികൾക്ക്? അത് എത്ര തവണയായിട്ടാണ് കൊടുക്കുന്നതെന്ന്? 7 കേട്ടോ. 7 ടൈംസ്. 7 ടൈംസ്. 15 വയസ്സ് വരെ കണ്ടു കൊടുക്കും അല്ലെ? 15 വയസ്സല്ല, 5 വയസ്സ് വരെ കൊടുക്കുള്ളൂ പോളിയോ ഡ്രോപ്സ്. പോളിയോ ഡ്രോപ്സ് 5 വയസ്സ് വരെ. അപ്പോ 7 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. How many times to give polio drops is 7 times. പോളിയോ തുള്ളിമരുന്ന് എത്ര തവണ കൊടുക്കണം എന്ന് പറഞ്ഞാൽ 7 പ്രാവശ്യമായിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ PDF-ലേക്ക് പോവാം.
ഫസ്റ്റ് വൺ ഇമ്മ്യൂണൈസേഷൻ ആണ് പറയുന്നത്. അതിനകത്ത് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്. ഇതിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ 3 രോഗങ്ങള് ഇതൊക്കെ ഡിസീസസ് ആണ്. ഏത്? ഡിഫ്തീരിയ, പെർട്ടൂസിസ്. പെർട്ടൂസിസിനെ വൂഫിംഗ് കഫ് എന്ന് പറയും. ടെറ്റനസിനെ ലോക്ക് ജോ എന്നും കൂടി പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരാള് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരാ ചെയ്യാ? ആരാണ് റെഡി ആയിട്ടുള്ളത് വായിക്കാനായിട്ട്? ആരുല്ലേ? ഞാൻ വായിക്കാം മേഡം. ആ, രശ്മി രമേശ് അല്ലേ? Diphtheria, pertussis, whooping cough, and tetanus lockjaw. Immunization against these 3 diseases is given in one connected shot, the DPT shot. The first is given when the baby is 6 weeks old, followed by second at 10 weeks, and third at 14 weeks. At 18 months, and again at 4.5 years, a booster DPT shot is given. Between the ages of 12 and 14 years, the child is given a booster for diphtheria and tetanus, but not for pertussis. എന്താ മനസ്സിലായത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അതായത് ഡിഫ്തീരിയ അല്ലെങ്കിൽ പെർtussis, വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നതിന് അതിനെതിരായിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻ വാക്സിൻ എടുക്കുന്നത്, ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് ബേബി 6 വീക്സ്, 6 ആഴ്ച, അതായത് ബർത്ത് കഴിഞ്ഞിട്ട് 6 ആഴ്ച ഉള്ള സമയത്താണ് ഫസ്റ്റ് ഡോസ് എടുക്കുന്നത്. പിന്നെ 10 വീക്സ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോസ്, ആൻഡ് തേർഡ് അറ്റ് 14 വീക്സിൽ. അറ്റ് 18 മന്ത്സ് മനസ്സിലായില്ല. 14 വീക്സ്. ദെൻ അഗെയിൻ അറ്റ് 4.5 years, അതായത് 4.5 വയസ്സാകുമ്പോൾ അടുത്ത ഡോസും എടുക്കുന്നുണ്ട്. ബൂസ്റ്റർ DPT ഷോട്ട് ഈസ് ഗിവൺ. ദെൻ 12നും 14 ഇയേഴ്സിനും ഏജിന്റെ ഇടയ്ക്ക് ദ ചൈൽഡ് ഈസ് ഗിവൺ ബൂസ്റ്റർ ഫോർ ഡിഫ്തീരിയ ആൻഡ് ടെറ്റനസ്. ടെറ്റനസിനും ഡിഫ്തീരിയയ്ക്കും വേണ്ടിയിട്ട് ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്, ബട്ട് നോട്ട് ഫോർ പെർtussis. പെർtussis ഡിഫ്തീരിയ ഒന്നല്ലേ, ബട്ട് നോട്ട് ഫോർ പെർtussis. ഡിഫ്തീരിയക്കും ടെറ്റനസിനും മാത്രമായിട്ടാണ് ആ ഒരു ഏജിൽ കൊടുക്കുന്നത്. പെർtussis പെടുന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ താങ്ക് യു രശ്മി. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഡിഫ്തീരിയ വില്ലൻ ചുമ അല്ല, അത് പെർtussis ആണ്. വില്ലൻ ചുമ പെർtussis ആണ്. ഡിഫ്തീരിയ കേട്ടിട്ടുണ്ടാവോ? തൊണ്ടയില് ബാധിക്കുന്ന, വന്നിട്ടുണ്ടോ? ത്രോട്ടില് ബാധിക്കുന്ന, എന്താണ്? തൊണ്ടയിൽ അഫക്ട് ചെയ്യുന്ന, തൊണ്ടയിൽ എഫക്ട് ചെയ്യുന്ന. ഓക്കെ, ത്രോട്ടിനെ ബാധിക്കുന്ന അല്ലേ? ഓക്കെ, ഏകദേശം ശരിയാണ്. ആർക്കെങ്കിലും ചെറുപ്പത്തിലെ ആർക്കെങ്കിലും ഡിഫ്തീരിയ വന്നിട്ടുണ്ട്? കൂട്ടത്തിൽ ആർക്കെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഡിഫ്തീരിയ? ഇല്ല, വന്നിട്ടില്ല അല്ലേ? ഓക്കെ, ചെറുതായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, എന്നാൽ ഫുള്ളായിട്ട് അറിയില്ല, അതല്ലേ സത്യം? കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇതിനെ കുറിച്ച് പറയാൻ പറഞ്ഞാല് പറയാൻ പറ്റാത്തൊരിതാണ് അല്ലേ? ഓക്കെ, അപ്പൊ തൊണ്ടമുള്ളെന്ന് പറയും. പണ്ട് കാലത്തെ ആളുകളൊക്കെ തൊണ്ടമുള്ളെന്നാണ് എന്നെ വിശേഷിപ്പിച്ചിരുന്നത് കേട്ടോ, ഡിഫ്തീരിയനെ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. അതായത് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്ന രോഗം പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് കില്ലർ ഡിസീസ് എന്നാണ്, കൊലയാളി രോഗം എന്നാണ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതായത് ഇത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് റഷ്യക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, നമുക്കറിയാലോ വടക്ക് കിഴക്കൻ രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന്
ഇത് ആളുകളിലേക്ക് സ്പ്രെഡ് ആവുകയും വളരെ അധികം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ രോഗം മൂലം മരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാല് ആ ഒരു സമയത്ത് ഈ രോഗത്തിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റോ വാക്സിനോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറെ അധികം ആളുകളെ എന്താണ് എന്താ പറയാ, അവരെ കിൽ ചെയ്ത അല്ലെങ്കിൽ അവരെ കൊന്നൊരു രോഗം തന്നെയാണ് എന്ത്, ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അതിനുശേഷം അത് അമേരിക്കയിലോട്ട് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അമേരിക്ക എന്ന് പറയുന്നത് എല്ലാവരുടെയും എന്താണ് ഒരു സെൻട്രൽ പോയിന്റ് ആണ് അല്ലെ. അമേരിക്കയിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലുള്ള ആളുകളിലേക്കും അതുപോലെ തന്നെ പലതരം പ്രദേശങ്ങളിലേക്കും ഒക്കെ എന്ത് ചെയ്യും, ആ വാർത്ത പരന്നു വരയ്ക്കും. അമേരിക്കയിൽ അത് സംഭവിച്ചു, അമേരിക്കയിൽ ഇത് സംഭവിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ അതുപോലെ തന്നെ അമേരിക്കയിലേക്ക് ഈ രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ, അമേരിക്കയിൽ ആദ്യമായിട്ട് ഈ രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്താണ്, അത് ലോകത്തിന്റെ പല ഇടങ്ങളിലുമുള്ള ആളുകളിലേക്ക് ഇതിന്റെ ശ്രദ്ധ തിരിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ലോകം മൊത്തം എന്താണ് ഈ രോഗത്തെ കുറിച്ച് ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ അറിയാനായിട്ട് തുടങ്ങിയ ഒരു സമയമാണ് അമേരിക്കയിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ അമേരിക്കയിലും ഇത് റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയിലും ധാരാളം ആളുകളും അതുപോലെ തന്നെ കുട്ടികളും എന്തുണ്ടായി, ഇതിനെ തുടർന്ന് മരിക്കുകയുണ്ടായി. അപ്പോ തീർച്ചയായിട്ടും അറിയാലോ, സയന്റിസ്റ്റ് മെഡിക്കൽ രംഗത്ത് ഉള്ള ആളുകള് ഇതിനൊരു മരുന്ന് കണ്ടുപിടിക്കണം ഈ രോഗത്തെ. കാരണം ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു മരുന്ന് കണ്ടുപിടിക്കണം എന്നൊരു ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്തു, മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി, ഗവേഷണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ രണ്ട് സയന്റിസ്റ്റ്, ആ സയന്റിസ്റ്റിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, രണ്ട് ശാസ്ത്രജ്ഞന്മാർ ചേർന്നിട്ട് ഈ ഒരു ഡിഫ്തീരിയയുടെ വാക്സിൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഇത് പരീക്ഷിക്കണമല്ലോ. അതായത് ഇത് മനുഷ്യരിൽ പരീക്ഷിക്കുന്നതിന് മുമ്പായിട്ട് മൃഗങ്ങളിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കേണ്ടത്. അപ്പൊ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഗിനിപ്പന്നികളിലാണ് എന്ത് ചെയ്തത്, ആദ്യമായിട്ട് ഡിഫ്തീരിയയുടെ വാക്സിൻ എന്ത് ചെയ്തത്, പരീക്ഷിച്ചത്. അങ്ങനെ ഗിനിപ്പന്നികളിൽ പരീക്ഷിച്ചതിന് ശേഷം വിജയകരമായതോടെ മനുഷ്യരില് എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ വാക്സിൻ കുത്തിവെക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇപ്പൊ വാക്സിൻ കുത്തിവെച്ചതോടുകൂടി അല്ലെങ്കിൽ വാക്സിൻ കൊടുത്തതോടുകൂടി ആളുകളിൽ ഇതിന്റെ തീവ്രത കുറക്കാനായിട്ട് തുടങ്ങി. അതായത് അസുഖം വന്ന ആളുകൾക്കും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, രോഗം കുറയുന്നത് കാണാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അധികം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും കുറയുന്നതായിട്ട് കാണാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാനിപ്പോ പറഞ്ഞത് കേട്ടോ. ഡിഫ്തീരിയയുടെ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. മനസ്സിലായോ? ക്ലിയർ ആണോ? Yes, miss. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു കില്ലർ ഡിസീസ് എന്നാണ് ഈ രോഗം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ തൊണ്ടമുള്ള എന്ന് ഈ രോഗം അറിയപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ വഴിയെ പറയാം. പിന്നെ ഞാൻ പറഞ്ഞു ആദ്യകാലത്ത് വാക്സിനോ ട്രീറ്റ്മെന്റോ ഉണ്ടായില്ല. കുറെ അധികം നാളുകൾക്ക് ശേഷമാണ്, മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ആളുകളിൽ അസുഖം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടത്. ഇതിന്റെ പ്രധാനപ്പെട്ട ബാക്ടീരിയ എന്ന് പറയുന്നത് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് കേട്ടോ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ഏത് തരം ബാക്ടീരിയയാണ് ഈ രോഗം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാല് കറക്റ്റ് ആയിട്ട് ആൻസർ പറയാം, കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, അതുപോലെ തന്നെ ഈ രോഗം എന്താണ്, മനുഷ്യ ശരീരം അല്ലെങ്കിൽ ഈ രോഗാണു മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാല് 2 തുടങ്ങി 5 ദിവസത്തിനുള്ളിൽ, അതായത് 2-5 ഡേയ്സിനുള്ളില് ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പൊ രോഗാണു എന്താണ്, ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 തുടങ്ങി 5 ദിവസത്തിനുള്ളില് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു ഡിഫ്തീരിയ രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ തെറിക്കുന്ന കണികകൾ മീൻസ് ഡ്രോപ്സിലൂടെയാണ് ഈ രോഗം പകരുന്നത്. നമ്മൾ സാധാരണ നമുക്കൊരു ജലദോഷപ്പനി വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ കർച്ചീഫ് ഉപയോഗിക്കില്ല. കാരണം മറ്റുള്ളവരിലേക്ക് അത് സ്പ്രെഡ് ആകാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഇത് എങ്ങനെയാണ് പകരുന്നത്,
ഡിഫ്തീരിയ പിടിപെട്ടൊരു രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അതിലൂടെയുള്ള ചെറുകണികകൾ മീൻസ് ഡ്രോപ്സിലൂടെ എന്ത് പകരുന്നു? ഈ രോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ രോഗി ഉപയോഗിച്ചിട്ടുള്ള കർച്ചീഫുകള്, ഡിഫ്തീരിയ രോഗി ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസുകള്, അതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെയും രോഗം പകരാം. അപ്പൊ ഡ്രോപ്സിലൂടെ മാത്രമല്ല, ഡ്രോപ്സ് ആണ് പ്രധാന കാരണമെങ്കിലും രോഗി ഉപയോഗിച്ചിട്ടുള്ള കർച്ചീഫോ അല്ലെങ്കിൽ രോഗി ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസോ പാത്രമോ അതൊക്കെ തൊട്ടാലും എന്ത് തന്നെ മതി, ഈ രോഗം പകരാനുള്ള ചാൻസ് കൂടുതലാണ്, സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചില രോഗികൾ പുറമേ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ലെങ്കിലും രോഗം പിടിപെട്ട് 6 ആഴ്ച കാലത്തോളം രോഗം പരത്താനുള്ള ശേഷി ഉണ്ടായിരിക്കും. മറ്റൊരു പ്രത്യേകതയാണ്, ചില ആളുകളെ കണ്ടാല് അവർക്ക് ഡിഫ്തീരിയ ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് പുറമേ എന്തില്ല, യാതൊരു സിംറ്റം ഉണ്ടാവില്ല. ജലദോഷമില്ല, ചുമയില്ല, സാധാരണ ഒരു നോർമൽ എന്താണ് ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, എല്ലാ ജോലി എടുക്കാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നുണ്ട്, പക്ഷെ അവർക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ രോഗാണു ഉള്ളിൽ ഉണ്ടാകാം. പക്ഷെ ആ വ്യക്തിക്ക്, അതായത് ഇത്തരം ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിക്ക് പോലും 6 ആഴ്ച കാലത്തോളം രോഗം പരത്താനുള്ള ശേഷി ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ ടോക്സിനുകളാണ് ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇതൊരു കില്ലർ ഡിസീസ് ആണ് അല്ലെ, കൊലയാളി രോഗം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗാണു ചില വിഷസമാനമായിട്ടുള്ള ടോക്സിനുകള് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിനുകളുടെ അമിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് രോഗി മരിക്കാനായിട്ട് ഇടയാകുന്നത്. ഓക്കെ. അപ്പൊ രോഗം പിടിപെട്ട ഒരാൾക്ക് അമിതമായിട്ട് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രോഗി ചിലപ്പോൾ മരണത്തിലേക്ക് നീങ്ങാം, അങ്ങനെയും വരാം. ഓക്കെ. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പറയുന്ന സിംറ്റംസ് എന്താണെന്ന് നോക്കാം. സാധാരണ ഒരു ജലദോഷം പോലെ തന്നെ ജലദോഷമായിട്ടായിരിക്കും വരിക. നമുക്ക് സാധാരണ കോൾഡ് വരില്ലേ, ജലദോഷമൊക്കെ വരില്ലേ, അതുപോലെ തന്നെ ആയിരിക്കും വരിക. മൂക്കിന്ന് വെള്ളം വരും, അതുപോലെ തന്നെ ചുമയുണ്ടാകും. നമ്മുടെ ഉമിനീരിറക്കുമ്പോൾ അല്ലെ, തുപ്പലുണ്ടല്ലോ, നമ്മുടെ ഉമിനീരിറക്കുമ്പോൾ എന്താണ്, വേദന ഉണ്ടാവാം. അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട, ഞാനിപ്പോ പറയാൻ പോകുന്നത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റം ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ സിംറ്റം വെച്ചിട്ടാണ് ഡോക്ടർമാര് ഐഡന്റിഫൈ ചെയ്യുന്നത് രോഗിക്ക് ഡിഫ്തീരിയ ആണെന്ന്. ഓക്കെ. ചില കേസിൽ ഡോക്ടേഴ്സിന് എന്ത് വേണ്ടി വരില്ല, സ്വാബ് എടുത്തിട്ട്, അതായത് സ്രവം എടുത്തിട്ട് ചിലപ്പോൾ പരിശോധനയ്ക്ക് അയക്കേണ്ടതായിട്ട് വരില്ല. അതിനു മുമ്പ് തന്നെ ഡോക്ടേഴ്സ് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യും ഈ കുട്ടിക്ക് ഡിഫ്തീരിയ ആണ് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഡിഫ്തീരിയ ആണെന്ന്. അതിന്റെ പ്രധാനപ്പെട്ട സിംറ്റം എന്ന് പറയുന്നത്, ബാക്കിയുള്ള സിംറ്റംസ് ഒക്കെ കോമൺ ആണ്, മറ്റ് നമ്മള് ജലദോഷപ്പനിയിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെയാണ് ഞാനിപ്പോ പറഞ്ഞത്. എന്നാൽ ഈ ഒരു സിംറ്റം ഈ ഒരു ഡിഫ്തീരിയ രോഗിക്ക് മാത്രമാണ് ഉണ്ടാവുക. ഓക്കെ. അതായത് വാ തുറന്ന് നോക്കുന്ന സമയത്ത്, നമ്മളുടെ വാ തുറക്കാനായിട്ട് പറയുമല്ലോ. ഓക്കെ. വാ തുറന്ന് നോക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ഭാഗത്ത് ഏറ്റവും ഉള്ളിലായിട്ട് ഈ അണ്ണാക്കിന്റെ ഭാഗത്ത് ഒരു വെള്ള പാട് പോലെ കാണാനായിട്ട് പറ്റും. വാ തുറക്കുമ്പോൾ അതിന്റെ അറ്റത്തായിട്ട് ഒരു വൈറ്റ് കളറില്, അതായത് നമ്മുടെ പാലൊക്കെ അധിക നേരം വെക്കുമ്പോഴും പാൽപ്പാട ഉണ്ടാവില്ലേ, അതുപോലെ ഒരു പാട ഈ ഒരു ഭാഗത്ത്, വായുടെ ഭാഗത്ത് ഉള്ളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. നിങ്ങൾ ആരെങ്കിലും അതിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ? മിസ് അശ്വതി മിസ് പറഞ്ഞു തന്നിരുന്നു. അപർണ മാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മാം. മിസ്സിന്റെ പേര് തെറ്റിയതാണ്, പേര് തെറ്റി പറഞ്ഞതാ. അപർണ മിസ് എന്നാ പറയാൻ പോയത്, ഞാൻ അശ്വതി മിസ് പറഞ്ഞത്. സിംറ്റംസ് ഒക്കെ പറഞ്ഞായിരുന്നോ? അന്ന് കാണിച്ചു തന്നിരുന്നു അല്ലെ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ തലവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും. പിന്നെ എന്താണ്, നമ്മുടെ ഹാർട്ട് ബീറ്റിന് വ്യത്യാസം വരാം, കൈയും കാലും തളർന്നു പോവുക, അങ്ങനെ മരണം വരെ സംഭവിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് രോഗി പോകുന്ന ഇതാണ് എന്ത്, ഡിഫ്തീരിയ എന്ന് പറയുന്നത്. പിന്നെ കഴുത്തില് കഴല പോലെ ഉണ്ടാകും, ശ്വാസ തടസ്സം ഉണ്ടാകാം, സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ ഡിഫ്തീരിയക്കുള്ള ലക്ഷണങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഡിഫ്തീരിയ ഉണ്ടാകുന്നത്. 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഉണ്ടാകുന്നത്.
പക്ഷെ കുട്ടികൾക്കുണ്ടെങ്കിൽ മുതിർന്നവർക്കും അത് സ്പ്രെഡ് ചെയ്യാം. സാധാരണ നമ്മളൊരു ഏജ് ഗ്രൂപ്പ് പറയുന്നത് 2 വയസ്സിന് താഴെയാണ്. പക്ഷെ ആ കുട്ടികളിൽ നിന്ന് ആ ഫാമിലിയിലുള്ള മറ്റു മെമ്പേഴ്സിന് എന്ത് ചെയ്യാം, ഇത് സ്പ്രെഡ് ചെയ്യാം. ഓക്കെ. പിന്നെ പ്രോപ്പർ വാക്സിനേഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ രോഗം വരാതെ നമുക്ക് നോക്കാം. അപ്പൊ വാക്സിനേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. വാക്സിനേഷൻ എത്രയും നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്താൽ അത്രയും നല്ലതാണ്. പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഈ വാക്സിൻസ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ 90 to 95% ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ. നമ്മളിപ്പോ പറഞ്ഞ വാക്സിൻ കേട്ടോ. DPT വായിച്ചല്ലോ PDF. പിന്നെ ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. ഓക്കെ, അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ. പിന്നെ ഇത് കോംപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ഹാർട്ട് ബീറ്റിന് പ്രശ്നം ഉണ്ടാകാം, ന്യൂമോണിയ വരാം, രോഗിക്ക് മരണം സംഭവിക്കാം. അതൊക്കെ ഇതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വശങ്ങളാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പറയുന്നത് നോക്കാം. അതായത് കുട്ടി ജനിച്ച് നമ്മള് ഡിഫ്തീരിയയെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ എന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് കുട്ടിക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടി ജനിച്ച് 6 ആഴ്ച പ്രായമുള്ളപ്പോൾ ഇതിന്റെ ആദ്യത്തെ ഡോസ് കൊടുക്കും. ഓക്കെ, 6th വീക്ക് ആവുമ്പോൾ ആദ്യത്തെ ഡോസ് കൊടുക്കും. ദെൻ 10th വീക്ക് ആവുമ്പോൾ രണ്ടാമത്തെ ഡോസ്. ദെൻ അതുപോലെ 14th വീക്ക് കുട്ടിക്ക് 14 ആഴ്ച പ്രായമുള്ളപ്പോൾ എന്താണ്, മൂന്നാമത്തെ ഡോസ് കൊടുക്കും. ഈ 3 പ്രാവശ്യം, അതായത് 6th വീക്കിലും 10th വീക്കിലും 14th വീക്കിലും എന്ത് കൊടുക്കുന്നുണ്ട്, 3 പ്രാവശ്യമായിട്ട് കുട്ടിക്ക് വാക്സിൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഇതിനെ DTPയുടെ പ്രൈമറി ഡോസ് എന്ന് പറയുന്നു. ഈ 3 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, DPT പ്രൈമറി ഡോസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത് എപ്പോഴാണ്, 1.5 വയസ്സിനും 2 വയസ്സിനിടയിൽ കൊടുക്കാം. അതുപോലെ തന്നെ 4 വയസ്സിനും 4.5 വയസ്സിനിടയിൽ കൊടുക്കാം. പിന്നെ 12 വയസ്സിനും 14 വയസ്സിനിടയിൽ കൊടുക്കാം. അങ്ങനെയും എന്ത് ചെയ്യാം, ബൂസ്റ്റർ ഡോസ് കൊടുക്കാം. ഓക്കെ. അപ്പൊ പ്രൈമറി ഡോസ് ആദ്യം കൊടുക്കുന്നു, പിന്നീടാണ് എന്ത് കൊടുക്കുന്നത്, ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നത്. ഇനി ചില കേസുകളില് എന്താണ്, ഡിഫ്തീരിയക്കും ടെറ്റനസിനും ആയിരിക്കും വാക്സിൻ കൊടുക്കുക. അതിനകത്ത് പെർട്ടൂസിസ് ചിലപ്പോൾ വരണമെന്നില്ല, അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ, ഡിഫ്തീരിയ കേസുകൾ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതാണെന്നറിയാമോ? നമ്മൾ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് അവിടെ നിന്ന് ഡിഫ്തീരിയ റിപ്പോർട്ട് ചെയ്തു. മലപ്പുറമാണ് കേട്ടോ. മലപ്പുറത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ട് കൂട്ടത്തില്? ഉണ്ട് സർ. ഉണ്ട് മാം. കേട്ടിട്ടുണ്ടോ നിങ്ങള് നിങ്ങളുടെ നാട്ടില്? ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അപ്പോ എനിക്ക് തോന്നുന്നു 2019 പിന്നെ അതുപോലെ 22 ആ സമയത്തൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫ്തീരിയ. അപ്പൊ ഡിഫ്തീരിയ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ 10 വർഷം കൂടുമ്പോൾ അവിടെ DT വാക്സിൻ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, 10 വർഷം കൂടുമ്പോൾ DT വാക്സിൻ ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ആ രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പരിശോധന ടെസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തൊണ്ടയിലെ സ്വാബ് അല്ലെങ്കിൽ സ്രവം എടുത്തിട്ടാണ് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യുക നമ്മള്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഡോക്ടർമാർക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ, അതായത് ആ തൊണ്ടയിൽ വെള്ളപ്പാട് പോലെ കാണുന്നുണ്ടോ എന്ന് നോക്കിയാല് അതിനു പുറമെ സാധാരണ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡിഫ്തീരിയ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ഇനി അതുകൂടാതെ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയഗ്നോസിസ് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, തൊണ്ടയിലെ സ്വാബ് എടുത്തിട്ട് ഡിഫ്തീരിയ ടെസ്റ്റിന് അയക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ രോഗം വന്ന രോഗികൾക്ക് ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്, ആന്റിബയോട്ടിക്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് IV ആയിട്ടും IM ആയിട്ടും 2 രീതിയിൽ. അതായത് ഒന്നില്ലെങ്കിൽ നമ്മള് കാനുല കുത്തിയിട്ട് അങ്ങനെ മരുന്നുകൾ ഉള്ളിലേക്ക് ഞരമ്പിലേക്ക് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻടേക്ക് ചെയ്യുന്നു, അതായത് മരുന്നുകളായിട്ട് കഴിക്കുന്നു. അങ്ങനെയും എന്ത് ചെയ്യാറുണ്ട്, ഡിഫ്തീരിയയുടെ മരുന്നുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്.
പിന്നെ പെനിസിലിൻ, എറിത്രോസയാം എന്ന് പറയുന്ന ടാബ്ലറ്റുകളാണ് ഇതിന് കൂടുതലായിട്ട് യൂസ് ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇൻ കേസ് ഒരു ഡിഫ്തീരിയ കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയി, ബർത്ത്ഡേ ചൈൽഡ് എന്ന് പറയുന്നത് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്തൊരു കുട്ടിയായിരിക്കാം. ചിലപ്പോ അന്നേരത്ത് ഒരു സിംറ്റവും ഉണ്ടാവില്ല, വേറെ ആർക്കും തന്നെ അറിയുന്നുണ്ടാവില്ല കുട്ടിക്ക് ഡിഫ്തീരിയ ആണെന്ന്, അറിഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോ പിറ്റേ ദിവസം ആയിരിക്കാം ആ കുട്ടിക്ക് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ കുട്ടിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാം, അല്ലെ? അപ്പൊ ഉടനെ തന്നെ എറിത്രോമയാസിൻ എന്ന് പറയുന്ന ഗുളിക എടുത്ത് 10 ദിവസം ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ രോഗത്തെ ഒന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എറിത്രോമയാസിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഡിഫ്തീരിയ പിടിപെട്ട ഒരു കുട്ടിയുമായിട്ട് നമ്മൾ ഇടപെടുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഓക്കെ, അത് ഡോക്ടറുടെ സജഷനോട് കൂടി തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ആ കുട്ടിയായിട്ട് ഇന്ററാക്ട് ചെയ്ത് പിന്നീടാണ് അറിയുന്നത് ആ കുട്ടിക്ക് ഡിഫ്തീരിയ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പല പ്രിവെന്റീവ് മെത്തേഡുകളും എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാണ് മാറിക്കിട്ടാനായിട്ട്, കില്ലർ ഡിസീസ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അധികം ആളുകൾക്കും അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കാരണം പ്രോപ്പറായിട്ട് ആളുകൾ, പാരന്റ്സ് എന്ന് പറയുന്നത് അവയർനെസ് കൂടുതലാണല്ലോ. അവർക്ക് മുമ്പത്തെ പോലെ 4, 5, 10 മക്കളൊന്നും ഇല്ല ഒരു വീട്ടില്, അല്ലെ? എല്ലാവരും ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പൊ തന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ പാരന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, അതാത് സമയത്ത് കൊടുക്കുന്നുണ്ട്. പണ്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് കുറെ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോൾ പ്രാരാബ്ദവും ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ആയിരുന്നല്ലോ മുമ്പത്തെ കാലത്തൊക്കെ. ഓരോ വീട്ടിൽ 5ഉം 10ഉം കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവരെ ശ്രദ്ധിക്കാനോ ഒന്നും അച്ഛനമ്മമാരൊക്കെ ആണെങ്കിൽ കൃഷിസ്ഥലത്തേക്ക് പണിയെടുക്കാനായിട്ട് പോകും, മക്കളാണെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതിനിടയിൽ വാക്സിനോ ട്രീറ്റ്മെന്റോ ഒന്നും തന്നെ കൊടുക്കുന്നുണ്ടാവില്ല. ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ ഇത് ആളുകളെ കൊന്നിരുന്ന ഒരു രോഗമായിട്ട് മാറിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ആളുകൾക്ക് നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ട്. എപ്പോഴാണ് മരുന്ന് കൊടുക്കേണ്ടത്, വാക്സിൻ എപ്പോഴാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്, നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള പ്രിവെന്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് വാക്സിൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മിസ്. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ലെന്നാണ്, നേരത്തെ പറഞ്ഞില്ല അല്ല ഞാൻ ചോദിച്ചത്. ഇങ്ങനെയുള്ള സിംറ്റംസോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല മിസ്സേ. ഇല്ലല്ലേ? എനിക്ക് തൊണ്ടയിൽ ഇങ്ങനെ വെള്ള പാട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ ലക്ഷണവും ഇല്ലായിരുന്നു. ജലദോഷം, പിന്നെ ചുമ, സംസാരിക്കാനുള്ള പാട്, ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു. അത് ഇത് തന്നെയാണോന്ന് അറിഞ്ഞൂടാ. മിസ്സേ, ഡിഫ്തീരിയ അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടിയായിട്ട് അറിയാതെ ഇടപെട്ടാൽ എടുക്കേണ്ട മരുന്നിന്റെ പേരെന്താ പറഞ്ഞത്? എറിത്രോമയാസിൻ ടാബ്ലറ്റ് ആണ്. മയാസോ? മയാസിൻ, എറിത്രോമയാസിൻ. ഓക്കെ. ഓക്കെ, ഇത് നമുക്കിപ്പോ അടുത്ത ഡിസീസിലേക്ക് പോവാലോ. അടുത്തത് പറഞ്ഞോട്ടെ. യെസ് മിസ്. അടുത്തത് പെർട്ടൂസിസ് ആണ് കേട്ടോ. പെർട്ടൂസിസ്. ഓക്കെ, വൂഫിംഗ് കഫ് എന്നാണ് അറിയപ്പെടുക. സാധാരണയായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണെന്ത്, ഈ പെർട്ടൂസിസ് എന്ന് പറയുന്നത്. ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദിക്കുകയും ചെയ്യുന്നതാണത്. അപ്പൊ എങ്ങനെയായിട്ട് തുടങ്ങുന്നേ? ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദിക്കുകയും ചെയ്യും. ബോർഡല്ല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് തരം ബാക്ടീരിയയാണ് ഉണ്ടാക്കുന്നത്? ബോർഡല്ല പെർട്ടൂസിസ്. ഓക്കെ, 100 ദിവസത്തെ ചുമ എന്നതുകൂടി ഇതിന് പേരുണ്ട് കേട്ടോ. ബോർഡല്ല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയ ആണ്. 100 ദിവസത്തെ ചുമ എന്നതുകൂടി ഇതിന് പേരുണ്ട്.
ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് നേരിയ പനി ഉണ്ടാവും, അതുപോലെ മൂക്കൊലിപ്പ്, ശ്വാസം ഉള്ളിലേക്ക് കിടക്കുമ്പോൾ വലിയ ഒച്ച ഉണ്ടാകുന്നു, ശരീരം ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു. അതുപോലെ തന്നെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കഠിനമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, ചുമ വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ചുമ വരുമ്പോൾ. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അവർ എന്തോരം വേദന തിന്നുന്നുണ്ടാവും അല്ലെ, ചുമച്ചു വെച്ച് കഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പൊ ആ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് വരുന്നതെങ്കിൽ ഇത് കഠിനമാകാനായിട്ട് സാധ്യത കൂടുതലാണ്. പിന്നെ ചുമയുടെ കാഠിന്യം മൂലം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് വളരെ മാരകമായേക്കാം. ഓക്കെ, ചുമയുടെ കാഠിന്യം മൂലം തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകുന്നത് വളരെ മാരകമായേക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാല് വെന്റിലേറ്റർ ചികിത്സ വരെ രോഗി എടുക്കുന്നുണ്ട്. പിന്നെ രോഗി മൂക്ക് ചീറ്റുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗം വരാം. പിന്നെ അതുപോലെ തന്നെ ചേരികളിൽ, അതായത് താഴ്ന്ന നിലവാരത്തിൽ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, സ്ട്രീറ്റ് ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകളില്ലേ, അവിടെ കുട്ടികൾക്കൊക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാത്തവര്, അതുപോലെ പ്രോപ്പർ ആയിട്ട് ഹൈജീൻ പാലിക്കാത്തവര്, അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഈ രോഗം പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ 7 തുടങ്ങി 14 ദിവസം വരെ രോഗാണു ശരീരത്തിൽ ഉണ്ടാകാം. ഈ ഒരു പെർട്ടോസിസിന്റെ രോഗമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മൂക്ക് മുതൽ ശ്വാസനാളി വരെ ബാക്ടീരിയകൾ വസിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മൂക്ക് തുടങ്ങി അകത്തേക്ക് നമ്മുടെ ലങ്സ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ ബാക്ടീരിയ പറ്റി പിടിച്ചിരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് ഏത് സമയവും ചുമച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജില് പനി ഉണ്ടാവുന്നു, ജലദോഷം ഉണ്ടാകുന്നു. സെക്കൻഡ് സ്റ്റേജ് ആവുമ്പോൾ ചുമ വരുന്നു. ഓക്കെ, തേർഡ് സ്റ്റേജ് ആവുമ്പോൾ ശരീരത്തിൽ ചുവന്ന പാടുകൾ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ 3 സ്റ്റേജുകളിലായിട്ടാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാല് പനി, ജലദോഷം. സെക്കൻഡ് സ്റ്റേജ് ചുമ. തേർഡ് സ്റ്റേജ് ചുവന്ന പാടുകൾ. ഓക്കെ, പിന്നെ തൊണ്ടയിൽ നിന്നുള്ള സ്രവം എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, പരിശോധനയ്ക്ക് അയക്കുക. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെന്റാവാലന്റ് വാക്സിൻ, പെന്റാവാലന്റ് അത് കൊടുക്കാറുണ്ട്. പിന്നെ DTP, ഈ പറഞ്ഞ പോലെ DPT വാക്സിൻ കൊടുക്കുന്നുണ്ട്. കുട്ടികളിലാണെങ്കിൽ DPT കൊടുക്കുന്നു. അതുപോലെ തന്നെ DTaP, അതുപോലെ തന്നെ TDAP, ഇത്തരത്തിലുള്ള മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രോഗികൾക്ക് കൊടുക്കാറുണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പെന്റാവാലന്റ്, then DPT, then DTaP, then TDAP. ഒന്നും കൂടെ പറയാമോ? വാക്സിൻ DTP, പെന്റാവാലന്റ്, DPT, പിന്നെ DTaP, DTaP. അടുത്തത് ഏതാ മിസ്സേ? ഒന്നും കൂടെ പറഞ്ഞില്ലേ? TDAP, അതിനെ നേരെ മറിച്ചിടുക. TDAP, TDAP, TDAP. ഓക്കെ മിസ്. ഓക്കെ, അടുത്തത് ടെറ്റനസ് ആണ്. ടെറ്റനസ് എന്താണെന്ന് നോക്കാട്ടോ നമുക്ക്. ടെറ്റനസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ടെറ്റനസ്? യെസ് മാം. എന്താ കേട്ടിട്ടുള്ള ടെറ്റനസിനെ കുറിച്ച്? മുറിവിലൂടെ രോഗം പകരുന്നത്. മുറിവിലൂടെ വരുന്നത് അല്ലേ? ഓക്കെ, പിന്നെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രോപ്പറായിട്ട് മസിൽസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല.
എന്താണ് രശ്മി? ഞാൻ കേട്ടില്ല. പ്രോപ്പറായിട്ട് മസിൽസിന് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. മസിൽസ് ക്ഷയമുണ്ടാകും. നമ്മുടെ നെർവ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. നെർവ് സിസ്റ്റത്തിനെ ബാധിക്കോ? ആണോ? ഏകദേശം നോക്കാം. നിങ്ങൾ വാക്സിൻ എടുത്തിട്ടുണ്ടോ ടെറ്റനസിന്റെ? TT എടുത്തിട്ടുണ്ട്. ഏത് സമയത്താണ് എടുക്കുന്നേ? പ്രഗ്നന്റ് ആയ പ്രഗ്നന്റ് ആയിട്ടുള്ള സമയത്ത് എടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഓർമ്മയുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ടെറ്റനസ്. കുതിരസന്നി എന്നാണ് ഈ രോഗം മുമ്പ് അറിയപ്പെട്ടിരുന്നത്. പണ്ട് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ കുതിരസന്നി എന്ന് വിളിച്ചിരുന്ന രോഗമാണെന്ത് ടെറ്റനസ് എന്ന് പറയുന്നത്. ടെറ്റനസ് രോഗം ഉണ്ടാക്കുന്നത് ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണെന്ത് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത്. മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണു ആണെന്ത് ഈ ഒരു ക്ലോസ്ട്രിഡിയം ടെറ്റനി. മണ്ണിൽ ഉണ്ടാകും. കുട്ടികളൊക്കെ ആണെങ്കിൽ ചെളിയിലൊക്കെ കളിക്കുമ്പോൾ മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് രോഗാണു ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, അതായത് ഈ മണ്ണിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളൊക്കെ ഈ മണ്ണില് കളിക്കുമ്പോൾ അവരുടെ കയ്യിലോ അല്ലെങ്കിൽ കാലിലോ ഒക്കെ മുറിവുണ്ടെങ്കിൽ എന്താണ് അവരിലേക്ക് അല്ലെങ്കിൽ ആ മുറിവിലൂടെ എന്ത് ചെയ്യാം, ഈ രോഗാണു എന്ത് ചെയ്യാം ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള, അതായത് ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, അങ്ങനെയുള്ള പല ജീവികളും അല്ലെ, അങ്ങനെയുള്ള ജീവികൾ പെറ്റ്സ് ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോ ഇവരൊക്കെ മണ്ണിലൊക്കെ നടക്കുന്ന ആൾക്കാരാണ്. ആര്? ഈ ഡോഗും ക്യാറ്റും ഒക്കെ അല്ലെ. അപ്പോ അവരിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, മണ്ണില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാല് വെച്ച് മാന്താറില്ലേ? കണ്ടിട്ടുണ്ടോ ഡോഗും ക്യാറ്റൊക്കെ ചെയ്യുന്നേ? കാല് വെച്ചിട്ടൊക്കെ മാന്താറില്ലേ അവര്? വലിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പൊ എന്ത് ചെയ്യും, അങ്ങനെ ഇവർ ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ ഇവരുടെ നഖത്തിന്റെ ഇടയില് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. നഖത്തിന്റെ ഇടയിൽ എന്ത് ചെയ്യാം, ഈ ബാക്ടീരിയ കയറിയിരിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ പട്ടിയും പൂച്ചയും ഒക്കെ മാന്തുമ്പോൾ ഉടനെ പോയിട്ട് നമ്മൾ എന്തെടുക്കുന്നേ? അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയി TT എടുക്കുന്നത് കേട്ടോ. കാരണം ഇതിലൂടെയാണ് ഇവരിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, ഈ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ: മാംസപേശികൾ വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരാം. അതായത് നമ്മുടെ മസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഭയങ്കര ടൈറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരാം. അതുപോലെ തന്നെ മുഖത്തെ, അതായത് നമ്മുടെ ഈ ഫേസ് ഉണ്ടല്ലോ, ഈ ഫേസിലെ മാംസപേശികളുണ്ട്, മസിൽസ് ഉണ്ട് അല്ലെ, അത് വലിഞ്ഞു മുറുകി ടൈറ്റ് ആകും. അതായത് ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് എന്താകും, വലിഞ്ഞു മുറുകി, അതായത് ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ ലോക്ക് ജോ എന്ന് പറയുന്നത്. ഈ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി ടൈറ്റ് ആകുന്ന കൊണ്ട് ഇതിനെ എന്ത് പറയാം, ലോക്ക് ജോ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും, ശ്വാസകോശം ടൈറ്റ് ആകും. പിന്നെ 5-6 ഡോസുകളാണെന്ത് ഈ ഒരു നമ്മള് ഇതിന് എടുക്കുന്നത്. രോഗം വന്നു കഴിഞ്ഞാല് ആഴത്തിൽ മുറിവുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡോസ് കൂട്ടാറുണ്ട്. പിന്നെ ഗർഭിണികളിൽ സാധാരണയായിട്ട് 2 പ്രാവശ്യം TT എടുക്കാറുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഗർഭിണികളിൽ 2 പ്രാവശ്യം എടുക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും എടുക്കുന്നത് TT ഗർഭിണികളിൽ? മറ്റ് ഇൻഫെക്ഷൻ ഒന്നും കുഞ്ഞിനെ ബാധിക്കാതെ നവജാത ശിശുക്കളിൽ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ 2 മാസത്തിലാണെന്ന് തോന്നുന്നു അല്ലെ TT എടുക്കുന്നത്, അങ്ങനെയല്ലേ? ഫസ്റ്റ് മന്തിലല്ലേ?
മൂന്നാം മാസം. മൂന്നാം മാസം. ആ മാസം. ഓക്കെ. അപ്പൊ ആദ്യത്തെ ആ ഒരു സ്റ്റേജിലാണ് ടി ടി എടുക്കുന്നത്. അപ്പൊ നവജാത ശിശുക്കളില് രോഗം ഉണ്ടാകാതിരിക്കാനാണ് ഈ ഒരു ടി ടി എടുക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, കൊച്ചുകുട്ടികളൊക്കെ നായയോ പൂച്ചയോ ഒക്കെ കടിക്കുവാണെങ്കിൽ ഉടനെ തന്നെ എന്തെടുക്കാറുണ്ട്? ടി ടി എടുക്കാറുണ്ട്. അല്ലെങ്കിൽ വലിയവരായാലും എന്തെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പൂച്ചയോ പട്ടിയോ എന്തെങ്കിലുമൊക്കെ മാറുമ്പോൾ അപ്പൊ തന്നെ പോയി എന്തെടുക്കാറുണ്ട്? ടി ടി എടുക്കാറുണ്ട്. അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്ന ആ രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടി ടി എടുക്കുന്നത് കേട്ടോ. ഓക്കെ. ഈ 3 കാര്യങ്ങളും ക്ലിയർ ആണോ? യെസ് മിസ്. ഓക്കെ. അടുത്തത് പോളിയോ മൈലൈറ്റിസ് കേട്ടോ. ഒരാളൊന്ന് വായിക്കുക പോളിയോ മൈലൈറ്റിസ്. വായിച്ചു കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മാം കേൾക്കാമോ? മീനു സുരേഷ് പറഞ്ഞോ. പോളിയോ മൈലൈറ്റിസ്, ഇൻഫന്റൈൽ പാരാലിസിസ്. The polio vaccine is given along with the 3 DPT doses followed by 2 boosters, one at 1.5 years and the second at 4.5 years. കേൾക്കാമോ? കേൾക്കാം. കുറച്ച് എക്കോയുടെ പ്രോബ്ലം ഉണ്ട്. ഭയങ്കര ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ ശബ്ദങ്ങൾ വരുന്നുണ്ട് പറയുമ്പോൾ. ഓക്കെ മാം. അത് പോളിയോ വാക്സിൻ എന്ന് പറയുന്നത് നമുക്ക് DPT വാക്സിൻ്റെ കൂടെയാണ് നൽകുന്നത്. അത് 2 ബൂസ്റ്റർ ഡോസുകളായിട്ടാണ് തരുന്നത്. കേൾക്കാമോ? കേൾക്കാം. അത് ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 1.25 വയസ്സിലും മറ്റേത് 4.5 വയസ്സിലുമാണ് തരുന്നത്. ഓക്കെ അല്ലേ മാം? എക്കോന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഫോൺ ഇത്തിരി കംപ്ലൈന്റ് ആണ്. പോളിയോ ബാധിക്കുന്നത് നമ്മുടെ ഇതാണ്. പോളിയോ ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഒരു ഭാഗം ഓരോ പാരാലിസിസ് ആവുകയാണ് ചെയ്യണത്. അങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. പാരാലിസിസ് ആവും പോളിയോ വന്നു കഴിഞ്ഞാൽ. പിന്നെ അത് ഫിസിയോതെറാപ്പി ആണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ്. പിന്നെ അത് പോളിയോ വൈറസ് ഒക്കെ ആയിട്ടാണ് അപർണ മാം എടുത്തുതന്ന ക്ലാസ്സിൽ കേട്ടതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അങ്ങനെ ഓക്കെ അല്ലേ മാം? ഓക്കെയാണ്. പോളിയോയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാമോ? കൂടുതൽ അത് വൈറസാണ് വരുത്തണത്. അത് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അങ്ങനെ അത് മാറില്ല. അത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഭേദമായിട്ട് നിൽക്കും എന്നല്ലാണ്ട്
പൂർണ്ണമായൊരു സുഖപ്പെടല് അതിന് ഉണ്ടാവില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. പനി വന്നിട്ട് പിന്നെ ശരീരത്തിനൊരു ഒരു ഭാഗം പാരാലിസിസ് ആവുകയാണ് ചെയ്യാന്നാണ് കേട്ടിരിക്കുന്നത്. അത്രേ അറിയുള്ളൂ. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും അറിയാമോ പോളിയോനെ കുറിച്ച് കൂടുതലായിട്ട്? ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? നിങ്ങളുടെ അടുത്തുള്ള ആർക്കെങ്കിലോ നിങ്ങളുടെ ഫാമിലിയുള്ള ആർക്കെങ്കിലോ ഇത് വന്നിട്ടുണ്ടോ? പൊക്കില്ലാതെ വന്നത് എന്റെ വീടിന്റെ അടുത്തൊരു ചേച്ചിക്ക് വന്നിട്ടുണ്ട്. അഞ്ജനയാണോ പറയുന്നേ? അതെ. ആ ചേച്ചി, ഒരു ചേച്ചിക്ക് വന്നിട്ടുണ്ട് വീടിനടുത്ത്. ചേച്ചിക്ക് ഇപ്പൊ ഒരു 55 വയസ്സിന്റെ അടുത്തുണ്ടാക്ക്. പക്ഷെ എന്റെ ഒക്കെ ഓർമ്മയില് തൊട്ട് ആൾക്കടെ ഒരു കാലിന് സ്വാധീനം കുറവാ. അപ്പൊ ഇങ്ങനെ ചട്ട് പോലെയാണ് നടക്കണത്. അപ്പൊ ഞാനിങ്ങനെ ചെറുപ്പത്തില് പോളിയോ വന്നാന്ന് അമ്മയോടൊക്കെ ചോദിച്ചപ്പോ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാ. അപ്പൊ അവര് പറഞ്ഞത് പോളിയോ വന്നാന്നാ പറഞ്ഞത്. 4 വയസ്സ് എന്നുള്ള സമയത്താണ് വന്നത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ. എന്നിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ? ഇപ്പോഴും അങ്ങനെ തന്നെയാ. അപ്പൊ പണ്ടൊന്നും അങ്ങനെ അത്ര ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും ആള് കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. പക്ഷെ എന്നാലും നടക്കണത് ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കുന്നത്. വേറെ വേദന ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ ആൾക്ക് നാളിങ്ങനെ ഒരു കാലിന് ഇച്ചിരി സ്വാധീനക്കുറവുള്ളത് കൊണ്ട് ചട്ടിയായിട്ടാണ് നടക്കുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആരാണ് രാജേശ്വരി എന്താണ് പറയാൻ വന്നത്? ഈ പൊക്കക്കുറവായിട്ട് ജനിക്കില്ലേ, വളരുമ്പോ പൊക്കക്കുറവായിട്ട്, അത് പോളിയോ അല്ലേ? പൊക്കക്കുറവായിട്ട് ജനിക്കുന്നത് പോളിയോ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അതായത് ഈ കുള്ളന്മാരെ പോലെ ശരീരത്തിന്റെ ഒരു ഭാഗം പാരലൈസ്ഡ് ആവാം. അതാണ് പോളിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിയോ മൈലിസിസ് എന്ന് പറയുന്നത്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ പോളിയോ അസുഖം. ദീപ എന്താ പറയാനുള്ളത്? ദീപ മനോജ്. പോളിയോ എന്ന് പറഞ്ഞാല് ഒരു വൈറസ് മൂലം പകരുന്നത്. തൊണ്ടയില് ഒക്കെ ഉള്ള ഒരു തൊണ്ടയിലൊക്കെയാണ് ആ വൈറസ് കൂടുതലും നമുക്ക്, അങ്ങനെയാണെന്ന് എനിക്ക് കേട്ടിട്ടുള്ളത്. പിന്നെ അതിന് IPV എടുക്കും. OPV ഓറൽ പോളിയോ വാക്സിനും ആണ് അതിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ്. ഓറൽ പോളിയോ അത് തുള്ളിമരുന്നായിട്ട് വായില് 5 വയസ്സ് വരെ അതിന്റെ ടൈം ടു ടൈം കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് കാല് ശോഷിച്ച് തളരുകയും ചെയ്യും. തളരുന്നതിനോടൊപ്പം തന്നെ അത് വല്ലാണ്ട് ശോഷിച്ച് മസിൽസ് എല്ലാം വീക്കായിട്ട് ആ കാലുകൊണ്ട് പിന്നെ നടക്കാനോ കാല് തറയിൽ കുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാകും. ഓക്കെ, അപ്പൊ പോളിയോ മൈലിറ്റിസ് എന്ന് പറയുന്നത് പോളിയോ അസുഖം, പിള്ളവാദം എന്നാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇതിനെ പറഞ്ഞിരുന്നത് കേട്ടോ. പിള്ളവാദം എന്നാണ് ഇതിന്റെ ഒരു പേര്. പിള്ളവാദം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പിള്ളവാദം കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇതൊരു വൈറസ് അണുബാധയാണ്. വൈറസ് ആണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. ഇതിന് ചികിത്സ ഇല്ല. നമ്മൾ ഫിസിയോതെറാപ്പി പറയുന്നുണ്ടെങ്കിലും അതിലൂടെ പരിപൂർണമായിട്ട് ഭേദമാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തെയാണ് ഇത് ബാധിക്കുന്നത്. അതായത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന ഒരു ഇതാണ് ഒരു പോളിയോ രോഗം എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചലനശേഷിയെ ഇത് അഫക്ട് ചെയ്യാം. അതുകൊണ്ടാണ് പാരലൈസ്ഡ് ആകുന്നത്. ഓക്കെ, അതായത് ചെറുപ്പത്തിൽ ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ ചുറ്റിനും പല ആളുകളും ഉണ്ടാവും പോളിയോ വന്നത്. ചിലപ്പോ ഒരു കൈക്ക് എന്തെങ്കിലും തളർച്ച വന്നതോ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും തളർച്ച വന്നതോ ഉണ്ടായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും എനിക്ക് ചെറുപ്പത്തിലെ പോളിയോ വന്നതാണെന്ന് പറയും. ഓക്കെ, അപ്പൊ ചില ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് കൊടുത്താൽ മതി,
അതായത് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഏകദേശം തടയിടാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ BCG-യുടെ കൂടെ നമ്മൾ BCG പോളിയോ കൊടുക്കാറുണ്ട് അല്ലെ? കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ നമ്മൾക്ക് എന്ത് കൊടുക്കാറുണ്ട്? BCG കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ OPV ആയിട്ടും IPV ആയിട്ടും ഒക്കെ ഇതിന് മരുന്നുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ വന്നു കഴിഞ്ഞാൽ, അതായത് രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവ് മാനേജ്മെന്റ് മാത്രമാണ് കൊടുക്കാൻ കഴിയുക. അതായത് നമുക്ക് രോഗം പരിപൂർണമായിട്ട് ഭേദമാക്കാൻ പറ്റില്ല, മറിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രമാണ് സാധിക്കുകയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുട്ടികളില് ആണ് കൂടുതൽ, കുട്ടികളിൽ അസുഖം അതായത് വരാതെ നോക്കേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനുണ്ട്. അപ്പോ വാക്സിൻ 100% നമ്മുടെ അസുഖം തടയുന്നതിന് വേണ്ടിയിട്ട് വാക്സിൻ 100% നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ഈ രോഗത്തെ തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ നെർവസ് സിസ്റ്റം അതുപോലെ തന്നെ ചലനശേഷിയെ ബാധിക്കുന്നു. വൈറസ് അണുബാധയാണ്, ചികിത്സ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇതാണ് പോളിയോമൈലൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പോളിയോമൈലൈറ്റിസ്? യെസ് മിസ്. ഇത്രയും വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഇല്ലല്ലോ, എല്ലാരും ഓക്കെ അല്ലേ? ഇല്ല മാം, ഓക്കെയാണ്. അല്ലേ? ക്ലിയർ. അപ്പൊ ഇതൊന്ന് സമ്മപ്പ് ചെയ്യാമോ ആരെങ്കിലും? അപ്പൊ ഇത്രയും എടുത്തത് ഒന്ന് ബ്രീഫ് ആയിട്ടൊന്ന് സമ്മപ്പ് ചെയ്യാമോ? എടുത്ത കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പറയാമോ? മലയാളത്തിലായാലും പറഞ്ഞാൽ മതി. ഓക്കെ മാം. ജിസ്ന റിജോ പറയാൻ റെഡിയാണോ? ഈ ഡിസീസസിനെ കുറിച്ച് പറഞ്ഞ പോരാ? മതി മതി. ഇന്ന് എടുത്ത കാര്യങ്ങളൊന്ന് സമ്മപ്പ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ. ഫസ്റ്റത്തെ അസുഖം നമ്മൾ പറയണത് ഡിഫ്തീരിയയാണ്. അതായത് തൊണ്ടമുള്ള എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ തൊണ്ടയുടെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിലുള്ള ഒരു മെംബ്രെയിൻ രൂപപ്പെടും. അതിനുള്ളിൽ നിന്ന് നമുക്ക് ബ്രീത്തിങ്ങിനുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഈ തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മറ്റൊരു പേരാണ് കില്ലർ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് 2 to 5 ഡേയ്സിനുള്ളിൽ ഈ അസുഖം ഹൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതൊരു ടോക്സിക് സബ്സ്റ്റൻസ് പുറപ്പെടുവിക്കുന്നത് കൊണ്ട് തന്നെ ത്രോട്ടിലൊരു ടോക്സിക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഈ ഡിഫ്തീരിയ ബാധിച്ച വ്യക്തി മരണപ്പെടാനുള്ള സാധ്യതയിലേക്ക് വരെ നീങ്ങാവുന്നതാണ്. അതിന് നമ്മൾ കൊടുക്കുന്ന വാക്സിനുകളാണ് DPT എന്ന് പറയുന്ന വാക്സിൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ബേബി 6 വീക്ക് ആകുമ്പോൾ കൊടുക്കുന്നു. അതിനുശേഷം 10 വീക്സ് ആൻഡ് ദെൻ 14 വീക്സ്. അങ്ങനെയുള്ള ബൂസ്റ്റേഴ്സ് ആണ് നമ്മൾ അതിന് കൊടുക്കുന്നത്. പെട്ടെന്നൊരു ഡിഫ്തീരിയ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന മരുന്ന് എന്ന് പറയുന്നത് എറിത്രോമയാസിൻ എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. പിന്നെ കോർണോ ബാക്ടീരിയ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഈ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ മതിയാ മാം? മതി മതി മതി. ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി അടുത്തത് പെർട്ടുസിസ് ആണ്. പെർട്ടുസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൂപ്പിംഗ് കഫ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ, അതായത് നിർത്താതെയുള്ള ചുമയാണ്. അതായത് വേറൊരു നെയിമിൽ അറിയപ്പെടുന്നുണ്ട് കഫ് ഓഫ് 100 ഡേയ്സ് അല്ലെങ്കിൽ 100 ഡേയ്സ് ഓഫ് കഫ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, വോമിറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ബോർഡറ്റെല്ല പെർട്ടുസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ ബൂസ്റ്റേഴ്സ് ഡോസ് ആയിട്ട് കൊടുക്കുന്നത് പെൻഡാവാലന്റ് വാക്സിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. വില്ലൻ ചുമ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്.
ഇനി അടുത്ത ഒരു അസുഖമാണ് ടെറ്റനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോക്ക് ജോ എന്നറിയപ്പെടുന്നു. ടെറ്റനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മണ്ണിലുണ്ടാവുന്ന ഒരു മണ്ണിലായിരിക്കും ഈ ബാക്ടീരിയാസ് ഉണ്ടാവുക. അതായത് മണ്ണിൽ നിന്നും ഈ ബാക്ടീരിയാസ് നമ്മുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവുകളിലൂടെ ആ ബാക്ടീരിയ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലേക്കാണ് അവരുടെ ശരീരത്തിലേക്ക് കയറുകയും ടെറ്റനസ് ആയിട്ടത് രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ഇതിന്റെ അതായത് നമ്മുടെ മസിൽസിനെയാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഇതിന് നമ്മൾ എടുക്കുന്നത് TT ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്സിൻ എന്ന് പറയുന്നത്. ഇതിന്റെ ബാക്ടീരിയ എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ആണ് ഇത് പരത്തുന്നത്. ഇനി അടുത്തത് പോളിയോ ആണ്. അതായത് ഓക്കെ, അതായത് നമുക്ക് പോളിയോ എന്ന് പറയുന്ന അസുഖമാണ്. അതായത് പിള്ളവാതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി പാരലൈസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു വൈറസ് പരത്തുന്ന ഒരു അസുഖമാണ്. ഇതിന് റിക്കവറി എന്ന് പറയുന്നത്, ഇതിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല. നമുക്കൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഒരു ഫിസിയോതെറാപ്പി മാത്രമാണ്. പക്ഷെ അതിലൂടെ നമുക്ക് ആ രോഗം പൂർണ്ണമായിട്ട് മാറാനുള്ള സാധ്യതയില്ല. അതിന് നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ആണ് ഓറൽ പോളിയോ വാക്സിൻ, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ എന്ന് പറയുന്ന വാക്സിനുകളാണ് നമ്മൾ പ്രധാനമായിട്ടും അതിൽ കൊടുക്കുന്നത്. അത് 1.5 വയസ്സിലും അതേപോലെ തന്നെ 4.5 വയസ്സിലുമാണ് നമ്മൾ കുട്ടികൾക്ക് അത് നമ്മൾ കൊടുക്കുന്നത്. നമുക്ക് സൈനപ്പ് ചെയ്യാം. സൈനപ്പ് ആരാണ് ചെയ്യുന്നേ? ഞാനാണ്. ഓക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, thank you, ma'am. Today class was very useful for us. We had a detailed class about many diseases. We did not know about their vaccines and their germs that cause them. A big thank you to Ashwati ma'am who shared this knowledge with us. Ma'am answered all our doubts. Once again, thanking ma'am who gave us a lot of knowledge through this class. We are signing out. Thank you, ma'am. So much. Thank you. Next class കാണാം കേട്ടോ. Thank you, miss. Thank you. Thank you, miss. Thank you.